ജൂൺ 27 നിത്യസഹായ മാതാവിൻ്റെ തിരുനാൾ പരിശുദ്ധ കത്തോലിക്ക സഭയിൽ നാം ആഘോഷിക്കുന്നു. 1866 മെയ് 5 9 പിയൂസ് മാർപ്പാപ്പയാണ് ഈ ഒരു തിരുനാൾ സ്ഥാപിക്കുക. നിത്യസഹായ മാതാവ് എന്ന തലക്കെട്ടോടുകൂടെ പരിശുദ്ധ കന്യാമറിയത്തെ വിളിച്ചുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവമാതാവിൻ്റെ ഒരു ചിത്രമാണ് ഈ ഒരു തിരുനാളിൻ്റെ അടിസ്ഥാനമായിട്ട് വരിക. ഐക്കണോഗ്രാഫിക് ശൈലിയിൽ പരിശുദ്ധ കന്യകാമറിയത്തെ ദൈവമാതാവായി ചിത്രീകരിക്കുന്ന ഒരു ചിത്രമാണ് അത്. ആ ഒരു ഒറിജിനലായിട്ട് ആദ്യമായിട്ട് ചിത്രീകരിക്കപ്പെട്ട ചിത്രത്തിന് 54 സെൻറ്റിമീറ്റർ ഉയരവും 41.5 സെൻറ്റിമീറ്റർ വീതിയും ഉള്ള തടിയിൽ ചിത്രീകരിക്കപ്പെട്ട പെയിന്റ് ചെയ്യപ്പെട്ട ഒരു ചിത്രമാണ് അത്. ഇതിൽ പരിശുദ്ധ കന്യകാമറിയത്തെ ദൈവമാതാവായിട്ടും ഉണ്ണിയേശുവിനെ കരങ്ങളിൽ വഹിക്കുന്നതുമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുക. ഏതൊരു ഐക്കോണിക് ചിത്രത്തെയും പോലെ തന്നെ ഈ ചിത്രവും ഏറെ ആശയങ്ങൾ, സന്ദേശങ്ങൾ പകർന്നു തരുന്ന ഒരു ചിത്രമാണ്. ഈ ചിത്രത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇരുവശങ്ങളിലും പ്രധാന മാലാഖമാരായ ഗബ്രിയേലിനെയും മിഖായേലിനെയും വരച്ചു ചേർത്ത് വെച്ചിട്ടുണ്ട്. അവരുടെ കരങ്ങളിൽ ഈശോ പീഡാസഹനത്തിലൂടെ കടന്നു പോയപ്പോൾ ഈശോയെ പീഡിപ്പിക്കാൻ വേണ്ടി അന്ന് പട്ടാളക്കാരും ആ റോമൻ സൈന്യമൊക്കെ ഉപയോഗിച്ചിരുന്ന ആ ഒരു പീഡന ഉപകരണങ്ങളും ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇടതുവശത്തുള്ള മിഖായേൽ മാലാഖയുടെ കരങ്ങളിൽ ഒരു കുന്തവും വിനാഗിരി എടുത്ത് നൽകാൻ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു സ്പോഞ്ചും ഒപ്പം മുൾക്കിരീടവും കാണാം. അതുപോലെ വലതുവശത്ത് ഉൾഭാഗത്തുള്ള ആ ഗബ്രിയേൽ മാലാഖയുടെ കരങ്ങളിൽ ഒരു കുരിശും ഒപ്പം ആണികളും നമുക്ക് കാണാൻ സാധിക്കും. ഈശോയുടെ കുരിശു മരണത്തെ, ഈശോയുടെ പീഡാസഹനത്തെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഈ ചിത്രം മൊത്തത്തിൽ നോക്കുമ്പോൾ ഇത് പീഡാസഹനത്തെ ചിത്രീകരിക്കുന്ന ഒരു ചിത്രമല്ല, മറിച്ച് പീഡാസഹനങ്ങളിലൂടെ ദൈവിക മഹത്വത്തെ ചിത്രീകരിക്കുന്ന ഒരു ചിത്രമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. കാരണം ആ ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെ സ്വർണ്ണ നിറമാണ്. ഈ സ്വർണ്ണ നിറം രാജ്യത്വത്തെയും വിജയത്തെയുമാണല്ലോ സൂചിപ്പിക്കുക. മാത്രമല്ല, ഇരു മാലാഖമാരും ഈ പീഡന ഉപകരണങ്ങൾ പിടിച്ചിരിക്കുക ഒരു ട്രോഫി സമ്മാനിക്കുന്ന രീതിയിലാണ്, ഒരു സമ്മാനം കൊടുക്കുന്ന രീതിയിൽ. എന്ന് പറഞ്ഞാൽ ഈ പീഡാസഹനങ്ങളിലൂടെ ഈശോ നേടിയെടുത്ത വിജയത്തെ, മഹത്വത്തെയാണ് അത് സൂചിപ്പിക്കുക. മാതാവിൻ്റെ കരങ്ങളിലേക്കുന്ന ഉണ്ണിയേശു തൻ്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന പീഡാസഹനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നത് പോലെയാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുക. ആ ഈശോയുടെ മാനസിക വ്യഥകളെ മനസ്സിലാക്കത്തക്കവണ്ണം, സൂചിപ്പിക്കത്തക്കവണ്ണം ഈശോയുടെ ഒരു കാലിലെ ചെരുപ്പിൻ്റെ വാറ് അഴിഞ്ഞ് തൂങ്ങിക്കിടക്കുന്നതായിട്ടും ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ശരിക്കും ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ അർത്ഥത്തിൻ്റെ ആഴങ്ങളിലേക്കാണ് നമ്മെ കൊണ്ടുപോവുക. കാരണം ഈശോ ദൈവമായിരിക്കെ സകലത്തിൻ്റെ മേൽ അധികാരം ഉള്ളപ്പോൾ തന്നെ ഈശോ പൂർണ്ണ മനുഷ്യനായിരുന്നു എന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ശാരീരികവും മാനസികവുമായ വേദന എല്ലാം അനുഭവിച്ചുകൊണ്ടാണ് ഈശോ കുരിശുമരണത്തിലേക്ക് പോയത്. അതുകൊണ്ടാണല്ലോ ഈശോയുടെ പീഡാസഹനത്തിന് മുമ്പ് ആ ഒരു മാനസിക വ്യഥ അനുഭവിക്കുന്ന ഗത്സമേൻ തോട്ടത്തിലെ പ്രാർത്ഥനയിൽ രക്തം വിയർക്കുന്നത് നാം കാണുക. അപ്പോൾ ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ച്, ആ പീഡാസഹനത്തിൽ മനുഷ്യനായി മാറിയ കർത്താവ് എത്രത്തോളം വേദന അനുഭവിക്കുന്നു എന്നതിനെ കൂടെ ആ ചിത്രം സൂചിപ്പിക്കുകയാണ്. ഉണ്ണീശോയെ ദൈവമാതാവ് കരങ്ങളിൽ പിടിച്ചിരിക്കുന്നതും ഒരു പ്രത്യേക രീതിയിലാണ്. ഒരു വ്യക്തിക്ക് മറ്റൊരാൾക്ക് ഈശോയെ കൊടുക്കാൻ, കൈമാറാൻ എന്ന രീതിയിലാണ് ഉണ്ണീശോയെ മാതാവ് പിടിച്ചിരിക്കുക. അതും അർത്ഥമാക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് രക്ഷകനായ ഈശോയെ മാതാവ് തരുന്നു എന്നാണ് അത് അർത്ഥമാക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ചിത്രത്തിൽ 2 കാര്യങ്ങൾ പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട്. ഒന്നാമത്തെ, ദൈവമാതാവ് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. രണ്ടാമത്, രക്ഷകനായ ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്നു. കാനായിലെ കല്യാണ വിരുന്നിലും മാതാവിൻ്റെ ഇതേ സ്വഭാവമാണ് നാം കാണുക. കാനായിലെ കല്യാണ വിരുന്നിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ആ വേദനയെക്കുറിച്ച് തൻ്റെ തിരുക്കുമാരൻ്റെ അടുത്ത് പോയിട്ട് മാതാവ് പറഞ്ഞു, അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചു. ഒന്നാമത്. രണ്ടാമത്, ഈശോയുടെ അടുത്ത് പോയിട്ട് പറയുക, ദേ അവർക്കൊരു പ്രശ്നമുണ്ട്. എന്നിട്ടോ വേലക്കാരോട് പറഞ്ഞു, അവൻ പറയുന്നത് പോലെ ചെയ്യേ എന്ന് പറഞ്ഞാൽ
ഈശോയുടെ അടുത്ത് മധ്യസ്ഥം വഹിച്ചതിന് ശേഷം ഇനി ഈശോയെ അവരുടെ കയ്യിലേക്ക് കൊടുക്കുക. രക്ഷകനായ ഈശോയെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത് മാതാവ് മാറി നിൽക്കുക. ഇതാണ് ഈ മാതാവ് ഈശോയെ തരാൻ എന്ന രീതിയിൽ പിടിക്കുന്നതിലൂടെ ചിത്രീകരിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ആ പരിശുദ്ധ മാതാവ് തിരുക്കുമാരനടുത്ത് പറഞ്ഞ് നമുക്ക് രക്ഷയായി കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കരങ്ങളിലേക്ക് തരുന്ന അമ്മയെയാണ് അവിടെ സൂചിപ്പിക്കുക. ഒരു കുഞ്ഞ് ഭയം വരുമ്പോൾ തൻ്റെ അമ്മയുടെ കരങ്ങളിൽ മുറുകെ പിടിക്കുന്ന പോലെ ഈശോ തൻ്റെ മാതാവിൻ്റെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിച്ചിരിക്കുന്നതും വളരെ മനോഹരമായിട്ട് ആ ചിത്രത്തിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥവും ഇത് തന്നെയാണ്. കർത്താവായ ഈശോ തൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ആ ഈശോയുടെ മനസ്സുണ്ടായിരുന്ന വിഷമതകൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയും ഒപ്പം തൻ്റെ പീഡാസഹനത്തിൻ്റെ വേളയിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സാമീപ്യം തനിക്ക് ആശ്വാസമായിരുന്നു എന്ന ഈശോയുടെ നിലപാടുമാണ് അവിടെ വ്യക്തമാക്കുക. പരിശുദ്ധ കന്യകാമറിയം ഈശോയ്ക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവളായിരുന്നു, സ്നേഹമുള്ളവളായിരുന്നു എന്നുള്ളത് കൂടെ ആ ചിത്രത്തിലൂടെ ഇങ്ങനെ അന്വർത്ഥമാക്കുവാണ്. പരിശുദ്ധ കന്യകാമറിയത്തിന് തലമുണ്ടിൽ ഒരു നക്ഷത്രം വരച്ചിരിക്കുന്നതോടെ നാം കാണുകയാണ്. പരിശുദ്ധ കന്യകാമറിയം ദൈവമാതാവാണ് എന്നതുകൂടെ അതിലൂടെ ചിത്രീകരിക്കപ്പെട്ടു വച്ചിരിക്കുക. നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന, നമ്മുടെ ജീവിതത്തിലേക്ക് രക്ഷകനായ ഈശോയെ നൽകുന്ന ദൈവമാതാവിനെ ഇപ്രകാരം ചിത്രീകരിച്ചിരിക്കുന്ന ആ അത്ഭുത ചിത്രം, അതിനെ വണങ്ങുകയും അതിനു മുമ്പ് പ്രാർത്ഥിക്കുകയും ചെയ്യുക വഴിയായിട്ട് ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ ഇടയായിത്തീർന്നു. അങ്ങനെയാണ് ഈ ചിത്രവും ഒപ്പം തന്നെ ഈ ചിത്രത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന നിത്യസഹായമായ മാതാവും സഭയ്ക്ക് പ്രിയപ്പെട്ടവളായിട്ട് മാറിയത്, മനുഷ്യർക്ക് വേണ്ടപ്പെട്ടവളായിട്ട് മാറിയത്. ഇന്ന് ലോകമെമ്പാടും ഈ ചിത്രത്തെ വണങ്ങുകയും ഒപ്പം നിത്യസഹായ മാതാവിനുള്ള നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. എന്നാൽ ഈ ചിത്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് നമുക്ക് വലിയ കൃത്യതയും വ്യക്തതയൊന്നുമില്ല. 15-ാം നൂറ്റാണ്ടിന് ശേഷം ഈ ചിത്രം എപ്രകാരം ആദരിക്കപ്പെട്ടു എന്നും അതിനുണ്ടായ എല്ലാ സംഭവവികാസങ്ങളെ കുറിച്ചും വ്യക്തമായ അറിവുണ്ട്. പക്ഷെ 15-ാം നൂറ്റാണ്ടിന് മുമ്പ് ഇത് എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ച് ചില കഥകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. ഈ ചിത്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ആദ്യത്തെ അഭിപ്രായം അത് പ്രകാരമാണ്. 9-ാം നൂറ്റാണ്ടിൽ ഒരു സന്യാസ സമൂഹത്തിൽ, ഒരു മൊണാസ്ട്രിയിലാണ് ഈ ചിത്രം വരയ്ക്കപ്പെട്ടത്, സൃഷ്ടിക്കപ്പെട്ടത് എന്നും അതിനുശേഷം കുറേ നാളുകൾക്ക് ശേഷം അവിടെ നിന്ന് ഇത് മോഷണം പോവുകയും പിന്നീട് 13-14 നൂറ്റാണ്ടോടുകൂടെ ഇത് കണ്ടെടുക്കപ്പെടുകയും അത് 15-ാം നൂറ്റാണ്ടിൽ റോമായിലേക്ക് ക്രേത്തയിൽ നിന്ന് കൊണ്ടുവരപ്പെടുകയും ചെയ്തു എന്നാണ് ആദ്യത്തെ ഒരു അഭിപ്രായം. മറ്റൊരു അഭിപ്രായം ഇപ്രകാരമാണ്. 13-ാം നൂറ്റാണ്ടിൽ ക്രേത്തയിൽ വെച്ച് ഈ ചിത്രം സൃഷ്ടിക്കപ്പെടുകയും അതിനുശേഷം അതൊരു വ്യാപാരിക്ക്, ഭക്തനായ ഒരു വ്യാപാരിക്ക് ലഭിക്കുകയും ആ വ്യാപാരി റോമായിലേക്ക് 15-ാം നൂറ്റാണ്ടിൽ ഇത് കൊണ്ടുവരികയും ചെയ്തു എന്ന് ആ ഒരു കഥ പറയുക. ആ വരുന്ന വഴിയിൽ കടലിൽ വെച്ച് വലിയൊരു കൊടുങ്കാറ്റുണ്ടാവുകയും ഈ വ്യാപാരിയും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും മരണത്തിൻ്റെ മുമ്പിൽ അകപ്പെട്ടു പോവുകയും ആ മരണഭയത്തിൽ ഇനിയൊരു പ്രതീക്ഷയില്ല, കപ്പൽ തകരുമെന്നുള്ള ഉറപ്പുള്ള സാഹചര്യത്തിൽ അവർ ദൈവമാതാവിനെ ഈ ചിത്രം വെച്ച് പ്രാർത്ഥിക്കുകയും അത്ഭുതകരമായിട്ട് അവർ രക്ഷപ്പെടുകയും ചെയ്തു എന്നും തുടർന്ന് റോമായിലെത്തിയ ഈ വ്യാപാരി തൻ്റെ മരണത്തിന് മുമ്പ് തൻ്റെ സുഹൃത്തിനെ വിളിച്ച് ഈ ചിത്രത്തെ ഭരമേൽപ്പിച്ചിട്ട് ഇത് പൊതുവായിട്ടുള്ള വണക്കത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്ന് പറഞ്ഞേൽപ്പിക്കുകയും ചെയ്തു എന്ന് ആ കഥ പറയുക. തുടർന്ന് ഈ സുഹൃത്ത് ഈ ചിത്രം തൻ്റെ ഭവനത്തിൽ സൂക്ഷിക്കുകയും കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഒരു പരിശുദ്ധ ദേവമാതാ ദർശനം ഉണ്ടാവുകയും ആ ദർശനത്തിൽ ഒരു കൃത്യമായൊരു സ്ഥലം മാതാവ് പറഞ്ഞു നൽകുകയും ആ സ്ഥലത്ത് ഈ ചിത്രം വണങ്ങപ്പെടണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നും ആ ഒരു കഥ പറയുകയാണ്. അപ്രകാരമാണ് മത്തായി ശ്ലീഹായുടെ ദേവാലയത്തിലേക്ക് ഈ ചിത്രം കൊണ്ടുവരപ്പെട്ടത് എന്നാണ് ഈ ഒരു കഥയുടെ അടിസ്ഥാനത്തിലുള്ള അഭിപ്രായം. മറ്റൊരു ചരിത്ര പ്രകാരമാണ് അൻഡ്രിയാസ് റിസോ ദെ കാൻഡിയ എന്ന ഒരു ഐക്കണോഗ്രാഫിക് ചരിത്രകാരൻ വരച്ചതാണ് ഈ ചിത്രമെന്നും അത് 15-ാം നൂറ്റാണ്ടിൽ വരച്ചതും 15-ാം നൂറ്റാണ്ടിൽ ക്രേത്തയിൽ വെച്ച് വരച്ചു അതേ ആൾ തന്നെ അത് റോമയിലേക്ക് കൊണ്ടുവരികയും അവിടെ പരസ്യവണക്കത്തിന് വേണ്ടി നൽകുകയും ചെയ്തു എന്നും ഒരു കഥയുണ്ട്. ഉത്ഭവം ഏതായാലും 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടെ മത്തായി ശ്ലീഹായുടെ നാമത്തിലുള്ള പള്ളിയിൽ പരസ്യവണക്കത്തിനായിട്ട് ഇത് സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളത് ചരിത്ര സംഭവമാണ്. അവിടെ ഏതാണ്ട് 300 വർഷത്തോളം ഈ ചിത്രം പരസ്യവണക്കത്തിനായിട്ട് ഇരുന്നു.
ആ കാലയളവിൽ ഏറെ ആളുകൾ വന്നു പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേർക്ക് പരിശുദ്ധ ദേവമാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ പള്ളിയുടെ നാമത്തിന് ഒരു മാറ്റം ജനങ്ങളാൽ വരുകപ്പെടുകയുണ്ടായി. വിശുദ്ധ മത്തായി ശ്ലീഹയുടെ നാമത്തിലുള്ള ആ പള്ളിയെ ജനങ്ങൾ പിന്നീട് ദ മഡോണ ഓഫ് സെന്റ് മാത്യു എന്ന് വിളിക്കാൻ തുടങ്ങി. കാരണം പരിശുദ്ധ ദേവമാതാവ് മത്തായി ശ്ലീഹായുടെ ആ പള്ളിയിൽ ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് ജനങ്ങൾക്ക് അനുഭവവേദ്യമായിട്ട് മാറി. എന്നാൽ 300 വർഷങ്ങൾക്ക് ശേഷം 1812 നെപ്പോളിയന്റെ സൈന്യം യൂറോപ്പ് ആക്രമിച്ചപ്പോൾ ഈ ദേവാലയം അവർ തകർത്ത് കളഞ്ഞു. പക്ഷെ ദേവാലയം തകർത്തെങ്കിലും പരിശുദ്ധ ദേവമാതാവിൻ്റെ ഈ ചിത്രം കേടുവരപ്പെടാതെ അത്ഭുതകരമായിട്ട് സംരക്ഷിക്കപ്പെട്ടു എന്നും ചരിത്രം സാക്ഷ്യപ്പെടുത്തുക. എന്നാൽ ദേവാലയം തകർത്തതുകൊണ്ട് അവിടെ നിന്ന് മറ്റൊരു ദേവാലയത്തിലേക്ക് ആ ചിത്രം മാറ്റി സ്ഥാപിക്കപ്പെട്ടു. പൊസ്റ്ററൂള എന്ന ഇടത്തെ സെന്റ് മേരീസ് ദേവാലയത്തിലേക്കാണ് രണ്ടാമത് ഈ ചിത്രത്തെ മാറ്റി സ്ഥാപിച്ചത്. അവിടെ ഏതാണ്ട് 40 വർഷത്തോളം ചിത്രം ആയിരുന്നു. പക്ഷേ അവിടെ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചതുമില്ല എന്ന് മാത്രമല്ല, അത്ര വലിയ പരിഗണന ഈ ചിത്രത്തിന് നൽകുകയും ചെയ്തിരുന്നില്ല. എന്നാൽ 40 വർഷങ്ങൾക്ക് ശേഷം 9-ാം പിയൂസ് മാർപ്പാപ്പ ഈ ചിത്രത്തെ പുനഃപ്രതിഷ്ഠിക്കാനായിട്ട് തീരുമാനിച്ചു. അദ്ദേഹം അതിനുവേണ്ടി റിഡംപ്റ്ററിസ്റ്റ് സന്യാസ സമൂഹത്തെയാണ് ഏൽപ്പിച്ചത്. അവർ ആദ്യം ഈ ചിത്രം സ്ഥാപിക്കപ്പെട്ടിരുന്ന വിശുദ്ധ മത്തായി ശ്ലീഹായുടെ നാമത്തിലുള്ള ആ ദേവാലയം അതുണ്ടായിരുന്ന ആ സ്ഥലം വാങ്ങുകയും അവിടെ പുതിയൊരു ദേവാലയം പണിയുകയും ചെയ്തു. ആ പുതിയ ദേവാലയത്തിലേക്ക് വളരെ ആഘോഷത്തോടെ തിരിച്ച് ഈ ചിത്രം കൊണ്ടുവരപ്പെട്ടു. അങ്ങനെ വളരെ ആഘോഷമായിട്ടൊരു പ്രദക്ഷിണമായിട്ട് മാർപ്പാപ്പയുടെ കൂടെ ആശീർവാദത്തോടു കൂടെ തിരിച്ചു കൊണ്ടുവരുന്ന വേളയിൽ ഒരു ബാലന് അത്ഭുതകരമായിട്ട് സൗഖ്യം കിട്ടിയ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. ഈ ചിത്രത്തിൻ്റെ മുമ്പിൽ വണങ്ങി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അനേകം പേർക്ക് സൗഖ്യം കിട്ടിയ സാക്ഷ്യങ്ങളുണ്ട്. അതിനകത്ത് ആദ്യത്തേതാണ് ഈ പ്രദക്ഷിണ വേളയിൽ സംഭവിച്ച ആ അത്ഭുത സൗഖ്യം. 1865 മെയ് 5 ഔദ്യോഗികമായിട്ട് തൻ്റെ പേപ്പൽ ഡിക്രിയിലൂടെ 9-ാം പിയൂസ് മാർപ്പാപ്പ നിത്യസഹായ മാതാവ് എന്ന ടൈറ്റിലിൽ ഈ ചിത്രത്തെ അംഗീകരിക്കുകയും ഒപ്പം ഈ നിത്യസഹായ മാതാവിൻ്റെ തിരുനാൾ കത്തോലിക്ക സഭയിൽ കൊണ്ടാടേണ്ട ഒരു തിരുനാളാണ് എന്ന് കൽപ്പിക്കുകയും ചെയ്തു. അന്നു മുതൽ ഇന്ന് വരെ ഇത് വിശുദ്ധ അൽഫോൻസുസിൻ്റെ നാമധേയത്തിൽ പണിയപ്പെട്ട ആ ദേവാലയത്തിൽ സൂക്ഷിക്കപ്പെടുകയും അനേകം പേർക്ക് അനുഗ്രഹമായിട്ട് രക്ഷയായിട്ട് മാറുകയും ചെയ്യുകയാണ്. ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, നോക്കിക്കേ, നമ്മൾ ഈ ഒരു നിത്യസഹായ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയും ഈ നിത്യസഹായ മാതാവിൻ്റെ നൊവേനോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം ഒരു ചിത്രത്തിലൂടെ ദൈവാനുഗ്രഹം വർഷിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയാണ്. കർത്താവ് തൻ്റെ മക്കളെ അനുഗ്രഹിക്കാൻ വേണ്ടി നോക്കിക്കേ ഒരു ചിത്രത്തെ എടുത്ത് ഉപയോഗിക്കുക. എങ്ങനെയും അനുഗ്രഹിക്കണം, എങ്ങനെയും രക്ഷിക്കണം എന്ന ദൈവത്തിൻ്റെ മനോഭാവമാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുക. ഒപ്പം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വലിയ മാധ്യസ്ഥ ശക്തി, പരിശുദ്ധ കന്യകാമറിയം എത്രത്തോളം ഈശോയുടെ പീഡാസഹനത്തോട് ചേർന്ന് നിന്നു, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സാമീപ്യം ഈശോയ്ക്ക് എത്രത്തോളം ആശ്വാസവും സന്തോഷവുമായിരുന്നു. ഇതൊക്കെ ഈ ചിത്രത്തിലൂടെ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും വെളിപ്പെടുക. നമുക്ക് പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് നിൽക്കാം. 2 കാര്യങ്ങൾ എടുത്ത് ചിത്രം പറയുന്നു. ഒന്ന്, നമ്മുടെ വേദനകൾ, നമ്മുടെ അസ്വസ്ഥതകൾ അത് പരിശുദ്ധ ദൈവമാതാവ് ഈശോയുടെ അടുത്ത് പറയും. മാത്രമല്ല രക്ഷകനായ ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് തരികയും ചെയ്യും. നിത്യസഹായ മാതാവിനോട് വണക്കത്തിലൂടെ, നൊവേന പ്രാർത്ഥനകളിലൂടെ ഈ ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ കൂടെ ആശംസിക്കുന്നു.